നമസ്കാരം. ജന്തർ മന്ദറിൽ നടക്കുന്ന പാറ്റകളുടെ പ്രതിഷേധത്തെ സംബന്ധിച്ച് നിരവധി വീഡിയോകളും വിശകലനങ്ങളും വാർത്തകളും എല്ലാം തത്വമയി ന്യൂസ് ഇതിനോടകം തന്നെ പ്രേക്ഷകരുമായി പങ്കുവെച്ച് കഴിഞ്ഞിരുന്നു. പ്രേക്ഷകരുമായിട്ടുള്ള അഭിപ്രായങ്ങളും അത് സംബന്ധിച്ചുള്ള സംവാദങ്ങളും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എടുത്തിട്ടുള്ള വിശകലനങ്ങളും എല്ലാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരന്തരമായി തത്വമയി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അതിരാവിലെ ഈ ഫേസ്ബുക്കിൽ വളരെ താല്പര്യമുള്ള ചില പോസ്റ്റുകൾ, ചിലരുടെ പോസ്റ്റുകൾ ഫീഡിൽ വരുന്നത് വായിക്കുന്നൊരു ശീലം എനിക്കുണ്ട്. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ, ആ ഫേസ്ബുക്ക് പോസ്റ്റ് മുഴുവനോടെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കുക, അതിൻ്റെ ഒരു അല്പസ്വല്പം വിശകലനങ്ങൾ അല്ലെങ്കിൽ എൻ്റെ വ്യക്തിഗതമായിട്ടുള്ള അഭിപ്രായങ്ങൾ അവ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഒപ്പം തന്നെ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് 1-2 വീഡിയോകളായി ഇന്ന് ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതും മുൻകൂട്ടി ഒന്ന് പ്രേക്ഷകരോട് പറയുന്നു. അപ്പോൾ നേരെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോകാം. ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരിക്കുന്നത് കെ നസീർ എന്നൊരു വ്യക്തിയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. സ്ക്രീനിൽ കാണാം പ്രേക്ഷകർക്ക്. എന്നാലും അതിൻ്റെ ഒന്ന് വായിച്ച്, ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ച് അതിൻ്റെ ഒരു വിശകലനം നടത്തുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോകാം നേരെ. കെ നസീർ എഴുതുന്നത്, ലക്ഷക്കണക്കിന് കുട്ടികളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന മത്സര പരീക്ഷകളിലെ നിരന്തരമുള്ള ചോർച്ചകളുടെയും ക്രമക്കേടുകളുടെയും ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന് തന്നെയാണ്. അതേസമയം ഇത്തരം ഒരു ക്രമക്കേട് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നിലവിൽ കേന്ദ്ര സർക്കാർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയും ആത്മഹത്യ ചെയ്ത കുട്ടികൾക്കുള്ള നഷ്ടപരിഹാരം അനുവദിക്കലുമാണ്. ഇതിൽ മന്ത്രിയുടെ രാജി എന്നത് രാഷ്ട്രീയ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇക്കാര്യം തത്വമയി ന്യൂസ് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇതിൽ നേരിട്ടൊരു അഴിമതിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ ഉൾപ്പെട്ടിട്ടുള്ളതായിട്ട് ഈ രാജി ആവശ്യപ്പെട്ട് ബഹളം വയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പോലും പറയുന്നില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് എല്ലാ പാർട്ടികളെയും തിരിഞ്ഞുകുത്താൻ സാധ്യതയുള്ള ഒന്നുമാണ്. ഈ ധാർമ്മികതയുടെ കാര്യമാണ് പറയുന്നത്. എന്നാൽ ഈ പിടിപ്പുകേട് മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കുട്ടികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ്. അക്കാര്യത്തിൽ രണ്ടഭിപ്രായത്തിന് സ്ഥാനമില്ല. നഷ്ടപരിഹാരം എന്നുള്ളത് ആലോചിക്കാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ആ കുടുംബങ്ങളുടെ ഒരു ശോചനീയാവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു തരത്തിലൊരു ആശ്വാസം നൽകുവാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും അത് പരിഗണിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. അതിന് ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നു. ഈ വിഷയം മുൻനിർത്തി ഡൽഹിയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അരാജക കലാപത്തെ ഞാൻ പിന്തുണയ്ക്കുന്നില്ല. ഹൈ സെക്യൂരിറ്റി സോണായിട്ടുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള രാജ്യത്തിൻ്റെ തന്ത്രപ്രധാന സ്ഥലത്ത് നിയമവിരുദ്ധമായ കലാപങ്ങൾക്ക് തിരികൊളുത്തുന്നത് അംഗീകരിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. വിദ്യാഭ്യാസപരമായ പ്രശ്നം ഉയർത്തി തുടങ്ങിയ സമരത്തിനിടയിലേക്ക് മറ്റ് വൈകാരിക വിഷയങ്ങൾ കുത്തിക്കയറ്റി കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെ ശക്തമായി തന്നെ നേരിടണം. മറ്റ് വൈകാരിക പ്രശ്നങ്ങളെന്ന് അദ്ദേഹം ഒരു വളരെ മൃദുവായ തലോടൽ പോലെ പറഞ്ഞു പോയത് ആർട്ടിക്കിൾ 370, CAA, വഖഫ് ബോർഡ് പ്രശ്നം ഇവയെല്ലാമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ വിഷയം മുൻനിർത്തി ഡൽഹിയിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന അരാജക കലാപത്തെ ഞാൻ പിന്തുണയ്ക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏകപക്ഷീയമായ പോലീസ് വേട്ടയാണ് ഡൽഹിയിൽ നടക്കുന്നതെന്ന പ്രചാരണത്തെ അവിടെ നിന്നും പുറത്തു വരുന്ന വാർത്തകളും ചിത്രങ്ങളും സാധൂകരിക്കുന്നില്ല. പരിക്കേറ്റ പോലീസുകാരുടെയും സെൻട്രൽ ഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരുടെയും എണ്ണം നിലവിൽ 120-ലധികമാണ്. പരിക്കേറ്റ പ്രതിഷേധക്കാരുടെ എണ്ണം 70-ൽ താഴെയുമാണ്. നിരുപാധിക പിന്തുണ നൽകേണ്ട രാജ്യത്തിൻ്റെ തന്നെ ഭാഗധേയം നിർണ്ണയിക്കുന്ന മഹത്തായ വിപ്ലവമാണ് ഡൽഹിയിൽ നടക്കുന്നത് എന്ന പ്രചാരണങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ജൻസികൾക്ക് മാത്രമായി ഈ രാജ്യത്ത് പ്രത്യേകിച്ച് ഒരു പ്രിവിലേജുമില്ല. വ്യവസ്ഥാപിത നിയമ സംവിധാനങ്ങളുടെ സാധ്യതകൾ ഉപയോഗിക്കേണ്ടതിന് പകരം തെരുവുകൾക്ക് തീ കൊടുക്കലാണ് സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരമെന്ന് കരുതുന്നത് അരാജകത്വത്തിൻ്റെ അടയാളമാണ്. വിദ്യാർത്ഥികളുടെ പ്രശ്നം എന്ന നിലയിൽ നിന്നും പല തലങ്ങളിലേക്കും ഈ വിഷയം മാറിക്കഴിഞ്ഞു. ശ്രീലങ്കയും ബംഗ്ലാദേശും നേപ്പാളും കണ്ട് മനപ്പായസം ഉണ്ണുന്നവരെ കണ്ട് കോൾമയർ കൊള്ളേണ്ട ഒരു ബാധ്യതയും ഒരു ജനാധിപത്യ വിശ്വാസിക്കുമില്ല. ഇതാണ് കെ നസീറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ സമഗ്രമായിട്ടുള്ളൊരു ലേഖനമെന്ന് തന്നെ വിളിക്കാവുന്നൊരു പോസ്റ്റാണത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ അദ്ദേഹം പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങളോടുമൊന്നുമല്ല, ഒരു പൂർണ്ണമായി തന്നെ ഏതാണ്ട് അതിനോട് യോജിക്കുവാൻ നമുക്ക് കഴിയും ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയിൽ. അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞാൽ, അദ്ദേഹം ആദ്യം പറഞ്ഞ ആ വൈകാരിക പ്രശ്നങ്ങൾ തിരികെ കയറ്റുന്നു എന്ന് പറഞ്ഞാൽ അതൊരു തലോടൽ പോലെ ഒരു മൃദുവാക്കി പറഞ്ഞതാണ് അദ്ദേഹം എന്ന് തോന്നുന്നു. കാരണം ഈ വൈകാരിക പ്രശ്നങ്ങളെന്നുള്ളത് ശുദ്ധമായ രാജ്യവിരുദ്ധതയാണ്. കാരണം ആർട്ടിക്കിൾ 370 അത് സുപ്രീം കോടതി തന്നെ അംഗീകരിച്ച ഒരു നടപടിയാണ്. ആർട്ടിക്കിൾ 370 കശ്മീരിൽ നിന്ന് എടുത്തു കളഞ്ഞത്. അതിനിടയിൽ വിഘടനവാദങ്ങൾ, ബസ് നാം രഹേഗ അള്ളാക്ക എന്നുള്ള ഗാനം കൊണ്ടുവരിക, ഹിന്ദു അമ്പലങ്ങളെ ആക്രമിക്കുക,
ശ്രീരാമനെ അപമാനിക്കുക, ഹിന്ദു വിശ്വാസങ്ങളെ അപമാനിക്കുക, ഇതെല്ലാം കൊണ്ടുവരുന്നത് വൈകാരികത എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം ഒരു മൃദുവായി തലോടൽ പോലെ പറഞ്ഞു പോയതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാജ്യവിരുദ്ധതയും നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ അപമാനിക്കലും സ്ഥിരമായി ഒരു ജിഹാദി മനോഭാവമാണ്. ഇടത് ആവാസ വ്യവസ്ഥ സ്ഥിരമായി നടപ്പാക്കാൻ ശ്രമിക്കുന്നൊരു ജിഹാദി മനോഭാവം. ഈ ജിഹാദി മനോഭാവത്തിൻ്റെ മറ്റൊരു വശമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായി അവരെപ്പോഴും ഈ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിൽക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് ഈ ഇടത് ആവാസ വ്യവസ്ഥയിലെ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചൂട് ചോറ് വാരിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ജിഹാദികൾ സ്ഥിരമായി അവലംബിച്ചു വരുന്നത്. ആ പ്രക്രിയയുടെ ഒരു തുടർച്ച മാത്രമാണ്, അല്ലെങ്കിൽ ഒരു നൂതന രൂപം മാത്രമാണ് ജന്തർ മന്ദറിൽ കാണുവാൻ സാധിക്കുന്നത്. ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഈ ആവാസ വ്യവസ്ഥയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച്, ഈ സമരത്തിൻ്റെ പിന്നിലുള്ള ഉദ്ദേശങ്ങളെ സംബന്ധിച്ച് പ്രധാനമായി 2 ഉദ്ദേശങ്ങളാണ് അതിനുള്ളതെന്നാണ് ഞാൻ കാണുന്നത്. ഒന്ന്, കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ചില പ്രധാനപ്പെട്ട ബില്ലുകളിൽ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ആ ബില്ലുകൾ അല്ലെങ്കിൽ നിയമങ്ങൾ, ഈ വർഷകാല പാർലമെൻറ്റ് സമ്മേളനത്തിൽ കൊണ്ടുവരുന്ന ചില ബില്ലുകൾ ചില സമൂഹങ്ങളിൽ അല്ലെങ്കിൽ ചില ആളുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള അസ്വസ്ഥതയുടെ പ്രതിഫലനമാണ് ഇപ്പോൾ ഈ സമരത്തിലൂടെ അവർ തീർക്കുവാൻ ശ്രമിക്കുന്നത്, ആ ബില്ലുകളെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. രണ്ടാമത്തേത് ഒരല്പം കൂടി ആഴമേറിയ ഒരു ഗുരുതരമായൊരു കളിയുടെ ഭാഗമാണ്. അത് വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ച് തന്നെയാണ്, നേരിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ അതിന് നീറ്റുമായിട്ട് ബന്ധമൊന്നുമില്ല. അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് സിലബസുമായിട്ടാണ്. ഇത് രണ്ടും സംബന്ധിച്ച് വിശദമായി തന്നെ മറ്റ് വീഡിയോകൾ ചെയ്യുന്നത് കൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ പ്രേക്ഷകരോട് പറയാം. രാജ്യവിരുദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പല നിയമങ്ങളും കേന്ദ്ര സർക്കാർ പരിഷ്കരിച്ചു കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ സിലബസുകളിൽ ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങൾ, ദുഷ്ലാക്കോടുകൂടി നടത്തപ്പെട്ടിട്ടുള്ള ചില മാറ്റങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഇടത് ആവാസ വ്യവസ്ഥ അവരുടെ ഉടമസ്ഥന്മാരോ മേലാളന്മാരോ ഉടയോന്മാരോ ആയ ജിഹാദികൾക്ക് വേണ്ടി, അവരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി നടത്തിയിട്ടുള്ള ചില തിരികെ കയറ്റലുകളോ അല്ലെങ്കിൽ മറച്ചു പിടിക്കലുകളോ അല്ലെങ്കിൽ വെട്ടിത്തിരുത്തലുകളോ സാങ്കല്പിക കഥയുടെ കൂട്ടിച്ചേർക്കലുകളോ എല്ലാം ഓരോന്നായി പരിഷ്കരിച്ച് വരുന്നതിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയാണ്. അതും വിശദമായി തന്നെ മറ്റൊരു വീഡിയോയിൽ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാം. അപ്പോൾ ഈ നടക്കുന്ന പ്രതിഷേധങ്ങളെ സംബന്ധിച്ച് കെ നസീറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനപ്പുറം കൂടുതലൊന്നും ഈ വീഡിയോയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ എന്തായാലും ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ അല്ലെങ്കിൽ സമരാഭാസം അത് വിദ്യാർത്ഥികളെ പ്രതിയുള്ളതല്ല. പിന്നീട് അദ്ദേഹം പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. കാരണം ഇതിൽ ജെൻസിക്ക് പ്രത്യേക ആനുകൂല്യങ്ങളില്ല, സത്യമാണ്. അതിൻ്റെ മറുവശമുണ്ട്. അതിൻ്റെ ഒരു കുറച്ചൊന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ ഇപ്പോൾ നടക്കുന്നത്, വിദ്യാർത്ഥികളെക്കുറിച്ച് പറയുമ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഉത്കണ്ഠയില്ലേ, നിങ്ങൾ ഇത്ര സംസ്കാരശൂന്യനാണോ അല്ലെങ്കിൽ ഇത്ര മനസാക്ഷിയില്ലാത്തവനാണോ എന്നൊരു ഗിൽറ്റ് ട്രിപ്പിംഗ് നടത്തിയ ആളുകളെ ഇതിനോടൊരു അനുകൂല മനോഭാവത്തിലേക്ക് കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇതിനെതിരെ സംസാരിക്കുന്നതിൽ നിന്ന് വിലക്കുക, അല്ലെങ്കിൽ ഇതിന് അനുകൂലമായി സംസാരിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് വൈകാരികമായിട്ടുള്ളൊരു ചൂഷണമാണ്. ആ ചൂഷണത്തിലൂടെ കൃത്യമായിട്ട് നിങ്ങളതിനെ അനുകൂലിക്കുന്നില്ലേ, വിദ്യാർത്ഥികളുടെ ഭാവിയല്ലേ, എത്ര വിദ്യാർത്ഥികൾ ഇവിടെ ആത്മഹത്യ ചെയ്തു, നിങ്ങൾക്ക് ഇതിൻ്റെ മനസാക്ഷിയില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിച്ച് ഒരു സാധാരണ മനുഷ്യൻ്റെ മനസ്സിനെ ഒന്ന് ഉലച്ച് വൈകാരികമായി അവനെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് അവർക്ക് അനുകൂലമാക്കുക എന്നുള്ളൊരു തന്ത്രമാണ് ഇവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച്. പിന്നെ അവരുടെ പിണിയാളുകളായി, അവരുടെ വാടകവാകളായി പ്രവർത്തിക്കുന്ന മലയാള മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ്, മനോരമ, അവർക്ക് വാടകവാകളായി പ്രവർത്തിക്കുവാനായിട്ട് പ്രത്യേകിച്ച് പുതിയ വാടകയൊന്നും കൊടുക്കേണ്ട കാര്യവുമില്ല. കാരണം BJP വിരുദ്ധത അവരുടെ ഒരു മുഖമുദ്ര ആയതുകൊണ്ട് തന്നെ BJPക്കെതിരെ നരേന്ദ്രമോദി സർക്കാർ വീഴുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് എന്തെങ്കിലും ഒരു ഉന്തിൻ്റെ കൂടെ തള്ളും ലഭിക്കും. ഈ പ്രക്ഷോഭം ജൻസി പ്രക്ഷോഭമായി ബംഗ്ലാദേശിലും ശ്രീലങ്കയിലുമൊക്കെ നടന്നതുപോലെ നരേന്ദ്രമോദിയെ നാട്ടിൽ നിന്ന് നാട് കടത്തും എന്നൊരു പ്രതീക്ഷയോടുകൂടി പ്രവർത്തിക്കുന്ന അബ്ജോദുമാരും സുരേഷ് കുമാർമാരും ഉണ്ണി ബാലകൃഷ്ണന്മാരും എല്ലാം ഇതിനെ പൂർണ്ണ മനസ്സോടെ പിന്തുണയ്ക്കുകയും അതിനു വേണ്ടിയിട്ട് എന്ത് വ്യാജ പ്രചരണങ്ങളും നടത്തുകയും ചെയ്യും. അടിസ്ഥാനപരമായിട്ട് ഈ ഏഷ്യാനെറ്റിലേക്ക് വരുന്ന ചില പ്രത്യേക പ്രോഗ്രാമുകൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ തലക്കെട്ടുകൾ മോദി തോറ്റു പാറ്റ ജയിച്ചു, എന്നിട്ട് അകത്ത് പറയുന്നത് മുഴുവൻ മോദി തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ്. അടിസ്ഥാനപരമായിട്ട് തലക്കെട്ട് തന്നെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ അത് സൃഷ്ടിക്കുന്നത് ഒരു ആഖ്യാനം കൂടിയാണ്. അത്തരത്തിലുള്ള പ്രവൃത്തികളുമായി ഇവർ മുന്നോട്ട് പോകുമ്പോൾ ഈ ജെൻസി യാതൊരു പ്രത്യേക ആനുകൂല്യങ്ങളും ഈ രാജ്യത്ത് അർഹിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. അതിലും കെ നസീറിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ ഒരു കുറച്ചുകൂടി
ആഴത്തിലുള്ള വിശകലനം ആവശ്യമായത് ആണ് എന്ന് കൂടി തോന്നിയത് കൊണ്ടാണ് ഈ പോസ്റ്റ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ പോസ്റ്റിൽ തന്നെ പറയുന്നതിൻ്റെ മറ്റൊരു കാര്യത്തിലേക്ക് വന്നാൽ, ഈ അതീവ സുരക്ഷാ മേഖലയിൽ ഈ കലാപശ്രമങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണത്. അത് പാറ്റകൾ മാത്രമല്ല, പാർലമെൻറ്റിലേക്ക് നടത്തിയ മാർച്ച്, അതും നിയമാനുമതി ഇല്ലാതെ നടത്തിയ മാർച്ചിൽ പോലീസുകാരെ ആക്രമിച്ച് അടിവാങ്ങി കൂട്ടിയ പാറ്റകളുടെ ആ ഒരു പ്രവൃത്തി മാത്രമല്ല, അതിനെ തുടർന്ന് പിറ്റേ ദിവസം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധി രാജ്യത്തെ 2 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്ന ഒരു സംഘവുമായി പ്രധാനമന്ത്രിയുടെ വസതി ആക്രമിക്കുവാൻ ശ്രമിച്ച, അങ്ങനെ തന്നെ വേണമത് പറയുവാൻ, മിന്നൽ സമരം എന്നൊക്കെ പറഞ്ഞതിനെ എങ്ങനെ വെള്ളപൂശിയാലും പ്രധാനമന്ത്രിയുടെ വസതിക്ക് ഗേറ്റിന്, കവാടത്തിനപ്പുറം അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ BSFകാരും അതിനകത്തേക്ക് കയറിയാൽ ജീവൻ തന്നെ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് അവർക്കില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കവാടം പൊളിച്ചവരകത്ത് കയറി പ്രധാനമന്ത്രിയെ ശാരീരികമായി ഉപദ്രവിക്കുവാൻ തന്നെ ശ്രമിച്ചേനെ. കാരണം അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലും അമർഷത്തിലുമാണ് പ്രതിപക്ഷം നടക്കുന്നത്. പക്ഷേ അവർ ആ അമർഷം, അധികാരം ലഭിക്കാത്തതിൻ്റെ ഒരു അമർഷവും നിരാശയും എല്ലാം അവർ പ്രകടിപ്പിക്കുന്നത് പൂർണ്ണമായ രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവൃത്തികളിലൂടെയാണ്. അത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഭരണഘടന നിർമ്മിതമായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവാകട്ടെ മുഖ്യമന്ത്രിമാരാകട്ടെ അവർ പങ്കെടുക്കുന്നു എന്നുള്ളത് രാജ്യത്തിൻ്റെ ദൗർഭാഗ്യമാണ്. അത്തരത്തിലുള്ള പ്രകടനങ്ങളെ, ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തികളെ നിയമം കൊണ്ട് ശക്തിയായി അടിച്ചമർത്തുക തന്നെ വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഇപ്പോൾ ഡൽഹി പോലീസും കേന്ദ്ര ഏജൻസികളും ഗൗരവമായി തന്നെ നിയമ വിദഗ്ധരുടെ ഉപദേശം തേടുകയാണ്. VD സതീശൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാർക്കെതിരെ ഏത് തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി കേസുകൾ എടുക്കണം. ഇത്തരത്തിലുള്ള പ്രധാനമന്ത്രിയുടെ വസതി എന്ന് പറയുന്നത് കുട്ടിക്കളിയല്ല. ഇവരൊക്കെ ഈ പറയുന്നത് പോലെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവകാശമായി അനുഭവിച്ച് വന്ന ആ ഒരു സ്ഥാനം, അതിന് അവർക്കൊരു വിലയില്ലായിരിക്കും. പക്ഷേ രാജ്യത്തെ സംബന്ധിച്ച്, ഭരണഘടനയെ സംബന്ധിച്ച് വലിയ വിലയുള്ളൊരു സ്ഥാനമാണത്. കുട്ടിക്കളിയല്ലത്. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി തന്നെ ഇവരുടെ പേരിൽ കേസെടുക്കണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അവിടെയും കെ നസീർ പറഞ്ഞത് വളരെ ശരിയാണ്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റിനെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം സ്ക്രീൻഷോട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്, നമുക്കതൊന്ന് വീണ്ടും കാണാം. അപ്പോൾ ഈ പോസ്റ്റിനെ സംബന്ധിച്ചും ഈ വിശകലനത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.